രാവിലെ തന്നെ ഒരു ചായയും കുടിച്ചിട്ടായിരുന്നു ഇന്നത്തെ സ്റ്റാർട്ടിങ് തന്നെ കേട്ടോ. പത്തിരിപ്പൊടി ഏതാനും വാട്ടി കുഴച്ച് തക്കളം പിടിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എല്ലാം കൂടി പരുത്തി എടുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അങ്ങേക്കും കൊടുത്തു വിടാനും കുറച്ച് ഭക്ഷണം. അങ്ങനെ ഏതാനും പത്തിരി എല്ലാം കൂടി പരുത്തി ഇവിടെ ആക്കിയപ്പോൾക്ക് നമ്മൾ കല്ല് പുറത്ത് പോയി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഗ്യാസ് മേൽ വെക്കാത്തതെന്ന് വെച്ചാൽ കുറച്ച് ചേരി എന്നോട് വേറെ ഒരാൾ പറഞ്ഞിട്ട് എനിക്ക് വേറെ സ്ഥലത്ത് നിന്ന് കുറച്ച് ചേരി കിട്ടിയിട്ടുണ്ട്. ഞാൻ പിസ്കി വെക്കലായിരുന്നു കേട്ടോ ചേരി. കാരണം എന്ന് വെച്ചാൽ തീർന്നു പോകുമല്ലോ, വെറും ചേരി വിചാരിച്ചിട്ട് പിസ്കി ഉണ്ടാക്കാണ്ടക്കല ഈ അടുപ്പത്തിട്ടോ. അപ്പോഴാണ് എന്നോട് കുറച്ച് ചേരി തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ എനിക്കൊരു സമാധാനമായി. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ അടുപ്പിലാ തീ ഇട്ടല്ലോ, കാരണം ചേരി കിട്ടുമല്ലോ. അപ്പോൾ ഇവിടുത്തെ ചേരി കത്തിക്കണതിന് പ്രശ്നമില്ലല്ലോ എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ ഇപ്പോൾ ഇതാക്കളെ ചേരി കത്തിക്കാൻ തുടങ്ങി. പുറത്ത് അടുപ്പിൽ തീ കത്തിച്ച് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഗ്യാസ് മേലാകുമ്പോൾ ഗ്യാസ് ഉണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കുക വേഗമാകുമല്ലോ ഗ്യാസ് മേലെന്ന് വിചാരിച്ചിട്ട് തണുത്ത് നിന്നിട്ട് അവസാനം ഏതും ആവില്ല. എന്നാൽ അടുപ്പത്തായാലോ തീ അങ്ങ് കെട്ടുപോയാൽ പിന്നെ പിടിപ്പിച്ചുണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വെച്ചതിൻ്റെ മേൽക്ക് വെക്കൂട്ടോ. അതുകൊണ്ട് അടുപ്പിലാകുമ്പോൾ വേഗം ഫുഡ് ഉണ്ടാവുകയും ചെയ്യും, ഗ്യാസ് മേലാകുമ്പോൾ ആവില്ല. ശരിക്കും അല്ലാണ്ടാണല്ലോ ഉണ്ടായാൽ. അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പത്തിരിയും ഇന്നത്തെ മീനുണ്ടായിരുന്നു, മാന്തൾ കേട്ടോ. അത് കറി തേങ്ങ അരിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഫുഡ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇതാക്കണ പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളെ മോനും കൂടെ ഉണ്ട് കേട്ടോ. ഓനിങ്ങനെ പത്തിരി നമ്മൾ ഇതാക്കണമ്പോൾ നമ്മൾ എന്തോ ചെയ്യാനാകുമ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടി വന്നിട്ട് ഓരോ കാര്യങ്ങളും അഭിപ്രായങ്ങളും ഓനും കാട്ടണം കേട്ടോ. പത്തിരിപ്പൊടി എടുത്തിട്ടോ കുഴക്കുക, അതിൽ അതിനോട് എന്തെങ്കിലും ഉണ്ടാക്കുക, ഇങ്ങനത്തെ ഒക്കെ. മോളെ എന്നിട്ട് ഞാൻ വിളിക്കാറില്ല കേട്ടോ. നേരത്തെ പത്തിരിപ്പണി എടുക്കുമ്പോൾ ഓൽക്കെന്ന് വെച്ചാൽ ഈ പത്തിരിപ്പൊടി എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ മെക്കാനിക് പണികൾ ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ മദ്രസ് പോകുമ്പോൾ ഞാൻ പത്തിരി ചുടുന്നത് കണ്ടാൽ അതിൻ്റെ ഒരു പിടിയും എടുത്തിട്ടാണ് അവൾ മദ്രസ് പോകുക. അത് തിന്നാനോ കാട്ടാനോ അല്ല, ഈ പോണ വൈമക്കൂടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ ആ പത്തിരിപ്പൊടിനോട് അങ്ങനെ ആയിട്ടാണ് മോളെ മഞ്ഞാൽ കേട്ടോ. ഏതാനും ഞാൻ പത്തിരിയൊക്കെ ഇതാക്കണം, തീയൊക്കെ വെച്ചിട്ട് അതൊന്ന് കത്തിച്ച് അടിപൊളിയാക്കി പത്തിരിയും കാര്യങ്ങളൊക്കെ ചുട്ടെടുത്തിട്ടോ. പിന്നെ വെച്ചാൽ 4-5 കല്ലുമലായിട്ടിട്ടാൽ ആയി കിട്ടുകയും ചെയ്യും. പിന്നെ ആണെങ്കിൽ ഗ്യാസ് കത്തിച്ച് ഗ്യാസിൻ്റെ അപ്പുറത്തും ആയി അവിടെ തൊടിച്ച് ഇതിനേക്കാളും നല്ല നമ്മളെ പുറത്തടുപ്പിൻ്റെ അടുത്തായാലും എന്തോ ആയാലും പ്രശ്നമില്ലല്ലോ, കാരണം അടുപ്പിൻ്റെ പുറത്തല്ലേ വിചാരിച്ചിട്ടോ. അങ്ങനെ ഏതാനും ഇതാക്കണം ഞാൻ പത്തിരിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി. മക്കളെ ശീലിപ്പിക്കുന്ന അവരോട് ഞാൻ എപ്പോഴും പറയും ഓരോ ചെരുപ്പ് തേച്ചേക്കാൻ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ഓരോ പ്രായമായില്ലേ, ഓരോ സമയമാകുമ്പോൾ ഓരോ ചെയ്യേണ്ടത് കാര്യം. പിന്നെ മോനോട് പറയും ഞാൻ വൈബൊക്കെ ആസ്വദിച്ചിട്ട് കുളിക്കണം, അല്ലാണ്ട് കുളിമുറിയിൽ നിന്ന് തന്നെ ഇങ്ങനെ കുളിച്ചാലൊന്നും ഒരു സുഖം കിട്ടൂല എന്നൊക്കെ പറഞ്ഞു ഓനോട് പറയും പുറത്തുനിന്ന് കുളിക്കാൻ കേട്ടോ. അങ്ങനെ ചെരുപ്പൊക്കെ ഓൻ്റെ ചെരുപ്പ് ഓനെക്കൊണ്ട് തന്നെ ഓനോടും മോളോടും ചിലപ്പോൾ പിന്നെ ഓൻ്റെ മോള് തേച്ച് കൊടുക്കും കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും പുറത്തുനിന്നൊക്കെ ഒന്ന് കുളിക്കണം, കടറിൻ്റെ അടുത്തുനിന്ന് കുളിക്കണം. കാരണം ഈ കുളിമുറിയിൽ നിന്ന് കുളിച്ചിങ്ങനെ പോകുക എന്നല്ലാതെ ഇവർ പുറത്ത് വൈബൊന്നും ആസ്വദിക്കുന്നില്ല. അങ്ങനെ ഇന്നത്തെ പിരിതാക്കള പത്തിരിയും ഇന്നലത്തെ മാന്തള് തേങ്ങരച്ച കറിയും ആയിരുന്നു കേട്ടോ. അങ്ങനെ മക്കൾ പോകുമ്പോൾ തറവാട്ടിക്കുള്ളതും കൂടി കൊടുത്തു വിട്ടാട്ടോ. ഇന്നത്തെ ഉച്ചക്കത്തെ വിശേഷം നാളത്തെ വീഡിയോയിൽ പറയാം. ബൈ.